10ാം ക്ലാസ്സിലും +1നും പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് മൊബൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പിതാക്കന്മാർ പറയും എൻ്റെ മക്കളല്ലേ താൻ പോയി താൻ്റെ പണി നോക്കണമെന്ന്. അതായത് മക്കൾക്ക് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ പിതാക്കന്മാർ കൊണ്ടു കൊടുക്കുന്നത് വലിയ വലിയ ഐഫോണുകളും ഐപാഡുകളും ഇതൊക്കെയാണ്. എന്തിനാണ് ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരെയെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ മൊബൈൽ ഉപയോഗിക്കാൻ പറയുക. അല്ലെങ്കിൽ കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ 8ന്റെ പണിയാണ്. ഇന്നലെ ഇപ്പോഴും നിങ്ങൾ എല്ലാവരും കണ്ടതാണ് 3 കുട്ടികൾ, അതിൽ 2 ആണ് 1 പെണ്ണ്, അങ്ങനെ 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ തോട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള ടാപ്പിങ്ങുകാരനൊരു സംശയം തോന്നുന്നു. അയാൾ പെട്ടെന്ന് രഹസ്യമായിട്ട് മൊബൈൽ എടുത്തിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്കൂളിലെ അധ്യാപകൻ അയച്ചു കൊടുക്കുന്നു. അയാൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അതായത് അയാൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുരിപ്പുകളെ വീട്ടുകാർ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ തല്ലും. നീ ആരാടാ എൻ്റെ മക്കളെ ചോദ്യം ചെയ്യാൻ? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. പാർക്കിലായാലും ബീച്ചിലായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കുറച്ച് കാട് പിടിച്ചിട്ടുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ആണ് 1 പെണ്ണോ, അല്ലെങ്കിൽ 2 ആണ് 1 പെണ്ണോ, 3 ആണ് 1 പെണ്ണോ, ഇല്ലെങ്കിൽ 3 ആണും 2 പെണ്ണോ, ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ ഉള്ള കുറേ തെണ്ടികൾ അവർ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആണും പെണ്ണും അടുത്തിരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ഉണ്ടായി പോവോ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാനുള്ളതാണോ എന്നൊക്കെ ചോദിച്ച് കുറേ പ്രഹസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത്. അതായത് ഇവിടെയുള്ള കുറേ രാഷ്ട്രീയ വിടുവായന്മാർ അതായത് പുരോഗമനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവറ്റകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു വിടുമ്പോൾ ഇവർക്കൊന്നും പേടിക്കാനില്ല. കാരണം എന്താ അറിയുക, ഇവറ്റയുടെ വീട്ടിലൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആൾക്കാർ ആരുമില്ല. എല്ലാ 60 വയസ്സും 80 വയസ്സും ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു വിടുവല്ലേ വേണ്ടു. അതായത് നമുക്കിത് പുരോഗമിപ്പിക്കണം, നമുക്ക് പല ഇംഗ്ലീഷുകാരെ പോലെ ആകണം, നമ്മൾക്ക് ആ ഒരു വ്യത്യാസങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതായത് ഇവറ്റകളുടെ ശല്യം കൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് തന്നെ ഒരു നാട്ടിൽ പൊളിച്ച് നീക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കടപ്പുറത്ത് ചൂലെടുക്കേണ്ടി വന്നിട്ടുണ്ട് കുറേ അമ്മമാർ. എന്തുകൊണ്ടാണെന്നറിയാം, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രഹസനങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞാൽ പല ബസ് സ്റ്റാൻഡുകളിലും ഒഴിഞ്ഞ മൂലയിൽ ഇല്ലെങ്കിൽ കോണുകളിലൊക്കെ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ സദാചാര അമ്മാവനാകും. ചോദ്യം ചെയ്യാൻ പോയിക്കൂടാ. ഇനിയിപ്പോഴും നിന്റെ മകളെ ഇന്ന സ്ഥലത്ത് കണ്ടല്ലോടോ, ഇല്ല നിന്റെ മകനെ ഇന്ന സ്ഥലത്ത് കണ്ടല്ലോടോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു തന്തക്ക് പോകാൻ കഴിയോ? ഏതെങ്കിലും ഒരാൾക്ക് പോകാൻ കഴിയോ? ആ തന്ത പറയും നീ ആരാടാ നോക്കാൻ വേണ്ടി എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അമുക്ക് തെമ്മാടികളുടെ കൂടെ അതായത് ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ അറിയുന്ന ആരെങ്കിലും ഒരാൾ പോയിട്ട് വീട്ടിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും അവർ സുഹൃത്തുക്കളാണ്, നീ എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത് എന്ന് പറയും. അതുപോലെ തന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വില കൂടിയ മൊബൈലുകൾ, ഈ മൊബൈലിലൂടെയുള്ള കാര്യങ്ങൾ, ഇതൊന്നും എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ ഒരു മനുഷ്യന്മാർ അറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വേറൊരു ഫോണിലായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു ഇതൊന്നും ആൾക്കറിയില്ല. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്തയാണെങ്കിൽ ചിലപ്പോൾ നാട്ടിലേ ഉണ്ടാവില്ല, ഗൾഫിൽ എവിടെയെങ്കിലും ആകും. അപ്പൊ ഇന്നലെ നടന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂരൽ പ്രയോഗം കിട്ടാതേണ്ടിയാണ്. അതായത് 2 ആണും 1 പെണ്ണും. ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ടെൻ്റ് അടിക്കുക, എന്നിട്ട് 1-2 ആഴ്ച താമസിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അതായത് 1-2 ആഴ്ച താമസിക്കുക, അതിനുള്ള അരിയും സാധനങ്ങളും ബ്രെഡും കാര്യങ്ങളും ഇതൊക്കെ വാങ്ങിച്ചിട്ട്, അതും ഒരാളുടെ ഫോണ് കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചത്. എന്നിട്ട് നേരെ ഏതൊരു കാട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇവറ്റകൾ പറയുന്നത്. അതായത് എന്താണ് കഴപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേറെ ഒന്നുമല്ല, ഇപ്പൊ ത്രികോണ പ്രണയമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ എന്താ പറയേണ്ടത്, ഗേ ഉണ്ട്, സെഡ് ഉണ്ട്, EVF ഉണ്ട്, IBF ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിനുണ്ട്. ഇത് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടാ. കാരണം ജോട്ടോ PT എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് 3 എണ്ണത്തിനെ പ്രേമിക്കുക, 4 എണ്ണത്തിനെ പ്രേമിക്കുക, എന്നിട്ട് ഇവരുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പഠിച്ചത് ഇടുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഈ നെറ്റുകളിൽ നിന്ന് തന്നെയായിരിക്കും. അതായത് മൊബൈൽ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു കുരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നൊരു കുഴപ്പമില്ലടാ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. അതുമാത്രമല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകണ്ടല്ലേ. അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രഹസനമുള്ള കാര്യമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പ്രഹസനമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോകും. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെയൊന്നും അല്ല.
അതായത് ഞാൻ ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിൽ കയറിയിട്ട് വരകോ ഒന്നുമല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നിങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ട് അവരോട് മനസ്സിലാക്കി വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അലവലാതി കൂട്ടുകാരികളും അലവലാതി കൂട്ടുകാരന്മാരും ഇപ്പോഴുള്ള ഒരു പുതിയ തോന്നിയവാസമാണ്. ആണായാലും വേണ്ടിയില്ല, പെണ്ണായാലും വേണ്ടിയില്ല, ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ഒത്തുകൂടല്, അവിടെ താമസിക്കല്, ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതിനെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് അതിനൊരു അറിവ് വരുന്നവരെ അങ്ങനെയാണ് വളർത്തുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നിഷ്ടമാണ്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വന്നത് എന്താണ്, കുറേ ലിവിങ് റിലേഷൻ, അതുപോലെ കല്യാണം കഴിക്കാതിരിക്കുന്ന പ്രഹസനങ്ങൾ, അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താൻ കഴിയാതുകൊണ്ട് അങ്ങാക്കും, അതിങ്ങനെയാക്കും. എന്നിട്ട് എന്താ നേടുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കത്തിമൊനയിലോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് കുറേ ആസിഡോ ഇങ്ങനെയുള്ളതിൽ ഒടുങ്ങി തീരുവാടുന്നത്. അല്ലാതെ ഇതിനെ കൊണ്ട് എന്താ ഉള്ളത്? അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാതെ ഇത് ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പുരോഗമനവും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വേണം. അതായത് എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും തന്നെ എല്ലാം അടച്ചു വെക്കാനുള്ള ഒരു ഇതാണ് ആദ്യം തന്നെ കൊണ്ടുവരേണ്ടത്. ഇപ്പം എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഓന് മനസ്സിലാകാത്തതുകൊണ്ടോ ഇവന് മനസ്സിലാകാത്തതുകൊണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതായത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പിന്നെന്താ പറഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല. എന്തിനൊരുമിച്ചിരിക്കണം? നിങ്ങളിപ്പോൾ ട്രെയിനിൽ പോയി നോക്ക്. ഏതെങ്കിലും ഒരു ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് വരുന്ന കുറച്ചെണ്ണം ഉണ്ടാകും. അവറ്റകളുടെ കളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവൻ്റെ മക്കൾ ഇവറ്റകൾ എന്താണ് കളിക്കുന്നത്. അതായത് ഇവറ്റകൾക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇപ്പോഴങ്ങനെ കുറേ പ്രഹസനങ്ങളുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ചിട്ടവട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പം ചിട്ടവട്ടങ്ങളൊന്നുമില്ല, ഇപ്പം തോന്നിയതുപോലെയാണ്. അപ്പോൾ ഈ ട്രെയിനിലൊക്കെ വരുന്ന, ഞാൻ കഥ പറഞ്ഞല്ലോ, ട്രെയിനിലൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് വരുമ്പോൾ ഈറ്റിങ്ങൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുതലെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു വിചാരം പോലും ഇവർക്ക് ആർക്കുമില്ല. ഈ ആമ്പിളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ മുതലെടുപ്പിൻ്റെ ഉസ്താക്കന്മാർ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആടെ വലിയ ഫ്രണ്ട്ഷിപ്പോ കാര്യമോ മണ്ണാങ്കട്ടിയോ ഒന്നുമില്ല. ഓനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി മുതലെടുക്കും, കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ആ ഫ്രണ്ട്സിനെ ഇങ്ങനെയാണോ അടുത്തിരുന്നിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ തല മടിയിൽ വെച്ചിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ല ഈ പിന്നെ ഇങ്ങനെ മുത്തം കൊടുത്തിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇതാണോ ഫ്രണ്ട്ഷിപ്പിൻ്റെ ട്രീറ്റ് ചെയ്യൽ? അറിയാതുകൊണ്ട് ചോദിക്കുന്ന ചേട്ടാ. അതായത് ചില വണ്ടികളിൽ കയറി കഴിഞ്ഞാൽ, ചില ട്രെയിനുകളിൽ കയറി കഴിഞ്ഞാൽ, എന്തിനധികം പറയുന്നത്, KSRTCയിൽ പോലും ഈ രാത്രിയൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എവിടെ ഇവറ്റുകളുണ്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞ് യാതൊരു നാണവും മാനവും ഇല്ലാതെയാണ് ഇവരുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പെമ്പിളറും ആമ്പിളറും എല്ലാം ഉണ്ടായിരുന്നത്. ഈ പാർക്കിൽ പോയി കഴിഞ്ഞാലും എവിടെ ആയിക്കഴിഞ്ഞാലും ഇവർക്ക് നാണവും മാനവും ഇല്ല. അതുപോലെ ഒരാളും ചോദിക്കൂല എന്നുള്ള ഒരു ധൈര്യം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മൊബൈലിലൊരു ഫോട്ടോ വന്നു കഴിഞ്ഞാലും വലിയൊരു പ്രശ്നമില്ലാതെ ഈലും പാട്ട് തുറന്ന് കാണിച്ചിട്ട് ആൾക്കാർ നടക്കുന്നില്ലേ പിന്നെ ഇവിടെ എന്നുള്ള ഒരു കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പഠിച്ചു വളരുന്ന കുട്ടികളുണ്ട്. പക്ഷേ അവരെയൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തന്തയില്ല കഴിവേറികൾ ഒരുപാട് ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ടാപ്പിങ്ങുകാരനെ പോയിട്ട് നിങ്ങൾ നമിക്കണം. കാരണം എന്താ അറിയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആൾക്കാർ നിൽക്കൂല. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ എന്തെങ്കിലും വിഷയം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി മാറി നടക്കുകയ്യ. നമുക്കെല്ലാം ഇഷ്ടം പോലെ അനുഭവമുണ്ട്. നിങ്ങളൊന്നും വേണ്ടായിരുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളെ മക്കൾ പഠിക്കുന്ന പാർക്കിലൊക്കെ അതിനടുത്തുള്ള പാർക്കിലൊക്കെ പോകണമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവറ്റകൾ കയറുന്ന ഇങ്ങനെയുള്ള വണ്ടി കിട്ടുന്നത്, അതുപോലെ തന്നെ പണം കിട്ടുന്നത് എന്നൊക്കെ എനിക്ക് സംശയം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടാപ്പിംഗുകാരനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അനുമോദന യോഗം നടത്തിയിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കൊടുക്കണം. ഇന്നത്തെ കാലത്ത് പേടിച്ചിട്ട് ആരും പറയില്ല. എന്താണെന്ന് വെച്ചാൽ സദാചാരവാദി, നിനക്ക് കിട്ടാത്തതിൻ്റെ അസൂയാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറയുക. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. ഇതിപ്പോഴും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തം വന്നാൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനോടും അമ്മയോടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടംപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിന്റെ മോളെ സൂക്ഷിക്കണേന്ന്. പക്ഷെ അപ്പോഴൊക്കെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ പോടോ, താൻ തന്നെ പണിയെടുക്കണോ എന്ന് പറയുമായിരുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട, ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.